പിണറായിക്കും മകൾക്കുമെതിരെ നല്ല ഒന്നാം തരം പണിയാണ് നൽകിയിരിക്കുന്നത്. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ എല്ലാ എതിർ കക്ഷികൾക്കും നോട്ടീസ് അയക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി പിണറായിക്ക് നല്ല കാലം അല്ല എന്നുള്ളതാണ്. ഇത്രയും നാൾ നടത്തിയ അവിഹിത പണമിടപാടുകളും എന്തിനാണ് ദുബായിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എന്നത് സംബന്ധിച്ചതും മകൾ ചെയ്യാത്ത സേവനത്തിന് പണം വാങ്ങിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൽ കോടതിയുടെ ഇടപെടൽ കൂടിയാകുമ്പോൾ പിണറായി വിയർത്ത് കുടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴുള്ള മാനസിക നില രാജ്യത്തെ പരമോന്നത ആരോഗ്യ സ്ഥാപനമായ എയിംസിലൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട ഒരു പൊതു താൽപര്യ ഹർജി കണ്ണൂർ ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ രാജ്യത്തിന്റെ അഭിമാനമെന്ന് ജനം വിശേഷിപ്പിക്കുന്ന സുപ്രീം കോടതിയിലോ വരാത്തതാണ് ഏറെ ഖേദകരവും വ്യസനമുണ്ടാക്കുന്നതും. എന്തെന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അപ്പിയിട്ട പരാജയം പിണറായി വിജയനിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കിയിരിക്കുന്നു. അത് മാനസികമായും നിരവധി അസുഖങ്ങൾ കൊണ്ട് വിദേശ ചികിത്സ മാത്രം തേടുന്ന മനുഷ്യരിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ജനശ്രദ്ധ തിരിക്കാനായി പിണറായി കണ്ണൂരിൽ ബോംബ് പൊട്ടിച്ച് 86കാരൻ്റെ ജീവനെടുത്ത സംഭവം കേരളത്തോട് തുറന്നു പറയുന്നത് ഇത് തന്നെയാണ്. ഇത്രയും ക്രൂരനാകാമോ ഒരു മുഖ്യമന്ത്രി എന്നും പിണറായിക്ക് ഇത്ര കണ്ട് ക്രൂരയാർന്ന മനസ്സാണോ എന്ന ചോദ്യവുമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇനി ഒരിക്കലും ഭരണക്കസേരയിൽ കയറിയിരിക്കാൻ യോഗ്യതയില്ലാത്ത മുഖ്യമന്ത്രി എന്ന കുപ്രസിദ്ധിയിലേക്കാണ് ഇപ്പോൾ പിണറായി ഉയർന്നിരിക്കുന്നത്. ഭരണപരാജയം എന്ന നഗ്നമായ സത്യം സ്വന്തം പാർട്ടിയും മുന്നണിയിലെ പ്രധാനിയായ CPIയും തുറന്നടിക്കുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ സ്വന്തം ജില്ലയിൽ ബോംബുണ്ടാക്കി പൊട്ടിച്ച് ജനത്തെ ഭീഷണിപ്പെടുത്തുന്ന പിണറായിയെ ജനത്തിനെങ്ങനെ വിശ്വസിക്കാനും മനസ്സിൽ ഉൾക്കൊള്ളാനുമാകും? തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാനൂരും ഇപ്പോൾ നിരപരാധിയായ മനുഷ്യന്റെ ജീവനെടുത്തത് തലശ്ശേരിയിലെ എരഞ്ഞോളിയിലും നടന്ന സംഭവങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതി ചേർത്ത് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാൻ മന്ത്രി ശിവൻകുട്ടിയാണ് മുൻകൈയെടുക്കേണ്ടത്. രാജ്യത്തെ കലാപങ്ങൾ കുട്ടികളും പഠിക്കണമെന്നും അവരെ പഠിപ്പിക്കേണ്ടതാണെന്നും ശിവൻകുട്ടിയാണല്ലോ നിർബന്ധം പിടിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ CPM കേരളത്തിൽ സംഘർഷത്തിന് ശ്രമിക്കുകയാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കണ്ണൂരിൽ ബോംബ് സ്ഫോടനത്തിൽ വൃദ്ധൻ മരിച്ച സംഭവവും തിരഞ്ഞെടുപ്പ് സമയത്ത് പാനൂരിൽ CPM പ്രവർത്തകനും ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും സമഗ്രമായി അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നതും ഈ സാഹചര്യത്തിൽ തന്നെയാണ്. ബോംബ് സ്ഫോടനങ്ങൾ രണ്ടും നടന്നത് പാർട്ടി ഗ്രാമത്തിലാണ്. ലഹരി മരുന്ന് കച്ചവടം, ഗുണ്ടാപ്പിരിവ് എന്നിവ നടക്കുന്ന സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായത്. ബൈക്കിൽ യാത്ര ചെയ്യുന്ന കോളേജ് വിദ്യാർത്ഥികളെ പോക്കറ്റ് അടിക്കുന്നത് പോലും നടക്കുന്ന ഗ്രാമങ്ങളാണിവ. എല്ലാ CPM നേതാക്കളുടെ അറിവോടെ തന്നെയാണ്. തിരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാൻ സംഘർഷമുണ്ടാക്കാൻ CPM ശ്രമിക്കുകയാണോ എന്ന സംശയം BJPക്ക് മാത്രമുള്ള വസ്തുതയല്ല. കേരളത്തിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത്.